പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. ഇറാനിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി US ഇതുമായി ബന്ധപ്പെട്ട് ഇറാന് വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഇറാനെ പൂർണ്ണമായും തീർക്കുമെന്നും ഇറാനിൽ നരകം സൃഷ്ടിക്കുമെന്നുമൊക്കെ ആയിരുന്നു ട്രംപ് പറഞ്ഞു വെച്ചത്. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള അന്ത്യശാസന സമയം അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് ട്രംപിന്റെ ഈ മനംമാറ്റം എന്ന് വേണം കരുതാൻ. നിർണായക പ്രഖ്യാപനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥത ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമുസ് എത്രയും വേഗം തുറക്കും എന്നുള്ള ഉപാധികളോടെയാണ് ഈ വെടിനിർത്തലെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ട്രൂത്ത് സോഷ്യൽ കുറിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. വെടിനിർത്തൽ അംഗീകരിച്ച ഇറാനും പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ, നിയന്ത്രണത്തോടെ ആയിരിക്കും തുറക്കുക. മേഖലയിൽ കപ്പൽ ഗതാഗതം തങ്ങൾ നിയന്ത്രിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അമേരിക്കയാണ് കടുപിടുത്തം പിടിച്ചത്. യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലുമാണ്. തങ്ങൾ ഒരിക്കലും യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്ന് ഇറാൻ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാന്റെ നിർദ്ദേശങ്ങൾ, 10 നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ സന്നദ്ധരായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ ഒരു പരാജയമാണ്, സംശയമില്ല. കാരണം അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു കാര്യവും അംഗീകരിക്കാൻ, ഇപ്പോൾ ഹോർമുസ് ഒഴിച്ചുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, എന്തായാലും നിലവിലെ സ്ഥിതിഗതികൾക്ക് ആശ്വാസമുണ്ട്. പശ്ചിമേഷ്യയിലെ സ്ഥിതി നിലവിൽ 2 ആഴ്ചത്തേക്ക് ശാന്തമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ മലയാളികളടക്കം ലോകമെമ്പാടുമുള്ള നിരവധി ജനങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കണ്ട യുദ്ധമായിരുന്നു. പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം എടുത്തു പറഞ്ഞാൽ മറ്റ് നിരവധി സംഘർഷങ്ങൾ, ഇപ്പോൾ റഷ്യയും യുക്രൈനുമായിട്ടുള്ള സംഘർഷം, അതുപോലെ ഇസ്രയേലിൻ്റെ ഗാസയിലുള്ള ആക്രമണം, ഇത്തരം കാര്യങ്ങളെല്ലാം മലയാളികൾക്ക് വെറും വാർത്തയായിരുന്നുവെങ്കിൽ ഇത് ഒരുപാട് ഒരു പേഴ്സണലായിട്ട് മലയാളികൾ നോക്കിക്കണ്ട ഒരു സംഘർഷമായിരുന്നു. എന്തായാലും ആ ഒരു സംഘർഷം നിലവിൽ അവസാനിക്കുന്നു. നിലവിൽ ഒരു ആശ്വാസത്തിന്റെ സിഗ്നലാണ് നമുക്ക് ലോക നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. പാകിസ്ഥാൻ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആദ്യം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ അവർ തുടർന്നു വന്നിരുന്നു. ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്ന ഒരു ടൈം പീരീഡ്, അതായത് അമേരിക്കൻ സമയം ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ഇറാനെ ശക്തമായി തന്നെ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള രണ്ടാമത്, ഇന്നലെ ഏതാണ്ട് ഇന്ത്യൻ സമയം വൈകുന്നേരത്തോടെ ട്രംപ് ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു സിവിലൈസേഷൻ മുഴുവൻ ഇന്നത്തെ അമേരിക്കൻ ആക്രമണത്തിലൂടെ ഇല്ലാതാകാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. അതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അദ്ദേഹം പറയുന്നു, അമേരിക്കൻ ആക്രമണങ്ങൾ അത് കുറച്ചുകൂടി നീട്ടിവെക്കണം, ആ ഒരു പീരീഡിൽ ചർച്ചകൾ പുനരാരംഭിക്കാം എന്നെല്ലാം ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥനയുണ്ടായിരുന്നു. ഷഹബാസ് ഷെരീഫ് ഇത് എക്സ് വഴി ഇക്കാര്യം പോസ്റ്റ് ചെയ്യുക ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ, അതായത് ഈ അമേരിക്കൻ സമയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് 1.5 മണിക്കൂർ മുൻപാണ് ട്രംപ് നിലവിൽ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നൊരു സന്ദേശം തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി നൽകിയത്. ഇപ്പോൾ ഇന്ത്യൻ സമയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ 5:30 ആക്രമണങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്നത്. 4 മണിയോടെയാണ് ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വരുന്നത്. അതിൽ ട്രംപ് പറയുന്നു, പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് 2 ആഴ്ചത്തേക്ക് അമേരിക്ക ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 2 ഭാഗത്തു നിന്നുള്ള വെടിനിർത്തൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുമെന്ന് ഇറാൻ അംഗീകരിച്ചതായിട്ടും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ US-ൻ്റെതായിട്ടുള്ള ചില അവകാശവാദങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അതായത് US-ൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഫലം കണ്ടു, പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി എന്നെല്ലാം ട്രംപ് ആ ഒരു പോസ്റ്റിൽ താഴേക്ക് പറയുന്നുണ്ട്. അതായത് ഈ ഏതാണ്ട് കുറേ US മുന്നോട്ട് വെച്ച കുറേ വ്യവസ്ഥകൾ ട്രംപിന് പിന്നീട് മറക്കേണ്ടി വന്നെങ്കിലും US-ന്റെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടു എന്ന് പറയാൻ തൻ്റെ പുതിയ പോസ്റ്റിലൂടെ അദ്ദേഹം മറന്നിട്ടില്ല. ആ ഒരു പോസ്റ്റിലും സ്വയം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ട്രംപ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് തുടർന്നുള്ള ചർച്ചകളിൽ തങ്ങൾ പരിഗണിക്കും എന്നതാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും US നിലവിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഈ 10 നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. 15 നിർദ്ദേശങ്ങളാണല്ലോ
അജയ്, നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് പുറകോട്ട് പോകണം, ആണവ കരുത്ത് അതില്ലാതാക്കാൻ ശ്രമിക്കണം, ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഉപരോധമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം അതേപടി തുടരും എന്നുള്ള കാര്യമുണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്കിന് നിയന്ത്രണം തങ്ങൾക്ക് നൽകണം എന്ന് അമേരിക്കയുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കാതെ ഇന്നലെ രാത്രി വൈകി വന്ന ഈ വിവേകം അല്ലെങ്കിൽ ഈ മനംമാറ്റം ട്രംപിന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മളിനിയും കാത്തിരുന്ന് കാണണം. ഞാൻ മനസ്സിലാക്കുന്ന ഇസ്രായേലിന് ഇതുമായി ബന്ധപ്പെട്ട് ചില അസംതൃപ്തികൾ ഉണ്ടായെന്നുള്ള വാർത്തകൾ കൂടി ചില വിദേശ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന പശ്ചാത്തലമുണ്ട്. ഏകപക്ഷീയമായ ഒരു തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ആക്രമണം സംയുക്തമായാണല്ലോ ആരംഭിച്ചത്, അമേരിക്കയും ഇസ്രായേലും. ഇസ്രായേലിനോട് ആശയവിനിമയം നടത്താതെയാണോ ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ലെബനിലേക്കുള്ള ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇറാനെ ആക്രമിക്കുന്നത് നിർത്തിയാലും ലെബനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെയുള്ള ആക്രമണങ്ങൾ തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെബനനിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും അവിടെ സംഘർഷങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇറാൻ മുന്നോട്ട് വെച്ച ഒരു 10 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അമേരിക്കയുടെ ഒരു 15 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ രണ്ട് ഇന നിർദ്ദേശങ്ങളും നിലവിൽ ചർച്ചയാകും എന്നതാണ് നമുക്ക് ഈ നേതാക്കളുടെ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിന്റെ ഈ പോസ്റ്റിന് തൊട്ടു പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ഒരു പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഒരു പത്രക്കുറിപ്പിലും അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നത് നിലവിലെ ഈ ഒരു 15 നിർദ്ദേശങ്ങളും അതുപോലെ 10 നിർദ്ദേശങ്ങളുടെ കാര്യവും അബ്ബാസ് അറക്ചി വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 15 പോയിന്റ്സും അതും ഇനി മുന്നോട്ട് വരുന്ന ചർച്ചകളിൽ അത് ധാരണയാകും, അത് ചർച്ച ചെയ്യും എന്നത് ഉൾപ്പെടെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ട്രംപും ഈ ഒരു പത്രക്കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു കാലാവധിക്കുള്ളിൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിലേറ്റവും നിർണായകമായ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്ന് തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ പൂർണ്ണമായി തുറക്കും എന്ന് അബ്ബാസ് അറക്ചി വ്യക്തമാക്കി. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച 2 ആഴ്ച കാലയളവിൽ ഇറാൻ ആയിരിക്കുമെന്നും അബ്ബാസ് അറക്ചി ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. തീർച്ചയായും. ഏതായാലും പാകിസ്ഥാനിൽ വെച്ചാണ് ചർച്ചകൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. വരുന്ന വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചർച്ചകളിൽ ഇരുപക്ഷവും സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പാകിസ്ഥാന്റെ മധ്യസ്ഥത ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് അമേരിക്ക ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പാകിസ്ഥാന് ഇതുമായി ബന്ധപ്പെട്ട് നന്ദി അറിയിച്ചിട്ടുണ്ട്. സമാനമായി തന്നെ ഇറാനും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഇടപെടലിലുള്ള നന്ദി അറിയിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അപ്പോൾ ഇനി ഈ വ്യവസ്ഥകൾ ഊന്നിയുള്ള ചർച്ചകൾ, അതാണ് പ്രധാനം. തൽക്കാലത്തേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതാം പരസ്പരം, പക്ഷെ അതൊക്കെ എത്ര നാളെ നീണ്ടു നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വ്യവസ്ഥകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചർച്ചകൾ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അജയ്, അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഇപ്പോൾ ആകെ ഒരു വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഹോർമുസ് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെ ഭാഗത്തായിരിക്കും, സംശയമില്ല. ഇറാൻ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഹോർമുസ് പോകുമ്പോൾ അത് അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമാണ് താനും. ട്രംപ് എന്ത് ആവശ്യപ്പെട്ടോ അതിന് ഘടകവിരുദ്ധമാണ്. പക്ഷേ ട്രംപിന് സമ്മതിക്കേണ്ടി വരുന്ന പശ്ചാത്തലവും ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ തന്നെ അമേരിക്ക വല്ലാതെ സമ്മർദ്ദത്തിലായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടന്ന ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഹോർമുസിന്റെ നിയന്ത്രണം ഇറാൻ പൂർണ്ണമായി ഏറ്റെടുത്തത്, ഇത് രണ്ടും അമേരിക്കയെ വല്ലാതെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ഇത് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പലതും ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങളായതിനാൽ തന്നെ ഇറാൻ അവിടേക്ക് ഒരു ആക്രമണം നടത്തില്ല എന്നാണ് US ആദ്യം തന്നെ കരുതിയിരുന്നത്. എന്നാൽ മറ്റ് ഗൾഫ് നാടുകൾ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഹോർമുസ് കടലിടുക്ക് അവർ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാരണം ട്രംപ് പലതവണ ഹോർമുസിന്റെ നിയന്ത്രണം അത് തങ്ങൾ ഏറ്റെടുക്കില്ല, അതുവഴി ഗതാഗതം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അങ്ങനെയെല്ലാം ട്രംപ് പിന്നീട് പല പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. എന്നാൽ നിരന്തരം അദ്ദേഹത്തിന് ഹോർമുസ് വിഷയത്തിൽ തന്നെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് തൊട്ടു പിന്നാലെയാണ് കടുത്ത അധിക്ഷേപ പരാമർശങ്ങളോടെ ട്രംപ് ഹോർമുസ് തുറക്കണം എന്ന് ഇറാനോട് ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ
ശക്തമായ ആക്രമണം നടത്തും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഹോർമുസിന്റെ വിഷയത്തിൽ വിജയം ഇപ്പോൾ നിലവിൽ ഇറാനാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇറാൻ ഈ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി ഇറാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തുറക്കും. ഈ ഹോർമുസിന്റെ നിയന്ത്രണം വെടിനിർത്തൽ പ്രഖ്യാപിച്ച 2 ആഴ്ച കാലയളവിൽ ഇറാൻ ആയിരിക്കുമെന്നും അവർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ, US-ന്റെ 15 നിർദ്ദേശങ്ങൾ, ഇതിൽ ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ എങ്ങനെയാകും ധാരണയാകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ആണവ ഊർജത്തിന്റെ കാര്യം. ഇറാൻ പറയുന്ന ഒരു പോയിന്റ്, ഇറാന്റെ 10 പോയിന്റ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഇറാന് അവരുടെ ആണവ സ്വാതന്ത്ര്യം, അത് പൂർണ്ണമായി ഇറാന്റെ ആണവ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം. അതും യുറേനിയം എൻറിച്ച്മെന്റ്, യുറേനിയം സമ്പുഷ്ടീകരണം എന്നതുൾപ്പെടെ ഈ ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. എന്നാൽ അമേരിക്കയുടെ ആദ്യ പോയിന്റ്സിൽ ഒന്നാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതിപ്പെടുത്തണമെന്നുള്ളത്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണമെന്ന് US പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാൻ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നതും US-ന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. അതൊക്കെയാണ് ഈ സമാധാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷെ അപ്പോഴും ട്രംപ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അജയ് പറയുന്നത് പോലെ നിർദ്ദേശങ്ങൾ വെച്ചത് ട്രംപാണ്. ഞങ്ങളുടെ ഇത്തരം 15ഓളം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം നിർത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ട്രംപാണ്. ഏറ്റവും ഒടുവിൽ ട്രംപിന് ഇറാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ഒരു ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 5000-ഓളം ആളുകൾ കൊല്ലപ്പെട്ട, സാധാരണക്കാർ അടക്കം 5000-ഓളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ്. 41ാമത്തെ ദിവസമാണ് ഈ യുദ്ധം ഇത്തരത്തിൽ അവസാനിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരും ബുള്ളറ്റിനുകളിലും പങ്കുവെക്കാം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.